NDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്നാണ് വിളിച്ചത്. ശരിക്കും ഈരാറ്റുപേട്ടക്കാരനായതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണെന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടിൽ MSFന്റെ പ്രവർത്തകനായിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ മുസ്ലിം ലീഗാണ് വെള്ളാപ്പള്ളിയുടെ ടാർഗറ്റ്. എന്തിനാണ് മുസ്ലിം ലീഗിനെ വെള്ളാപ്പള്ളി വീണ്ടും വീണ്ടും കടന്നാക്രമിക്കുന്നത്? രാമേന്ദ്ര സാറുണ്ട്, PS സാറുണ്ട്. സാർ എങ്ങനെ കാണും ഇതിനെ? ഇതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളുണ്ട്. ആരുടെ ഈ തത്വചിന്തയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വെള്ളാപ്പള്ളി നടേശനെ പറ്റി സംസാരിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. കച്ചവടമൊക്കെ ആയിട്ട് ആണ് ബന്ധപ്പെടുത്തേണ്ടത്. പക്ഷേ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു അവധൂത കാലമുണ്ട്. അധികമൊന്നും അറിയപ്പെടാതെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചിരുന്ന കുറേ വർഷങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒരു കാലത്ത് വൈക്കത്തുമൊക്കെ താമസിച്ച അദ്ദേഹം ഒരു സൂഫി വര്യനിൽ നിന്ന് അദ്ദേഹം ഖുറാനും ഒക്കെ പഠിച്ച അല്ലേ, അങ്ങനത്തെ കഥകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത ഭാഗത്തുണ്ട്. അപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങൾക്കൊപ്പം മുസ്ലിങ്ങളുടെ വീടുകളിൽ അവരുടെ കുട്ടികൾക്ക് ചോറ് വാരിക്കൊടുത്ത് ഒക്കെ സഞ്ചരിച്ച കാര്യം മൂലൂർ പത്മനാഭ പണിക്കർ ശ്രീനാരായണ ഗുരുദേവ സ്മരണയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അദ്ദേഹം നബിയെപ്പറ്റി നന്നായിട്ടല്ലേ എഴുതിയിരിക്കുന്നത് അല്ലേ? കരുണാവാൻ നബി മുത്തുരത്നമോ എന്നല്ലേ ശ്രീനാരായണ ഗുരു എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന് അപര വിദ്വേഷം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഇതാണ് വെള്ളാപ്പള്ളി നടേശനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ജനനി നവരത്ന മഞ്ജരിയിൽ അദ്ദേഹം നാവിനെ പറ്റി പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാണാമല്ലോ വെള്ളാപ്പള്ളി നടേശൻ ഈ ലേഖൻ്റെയൊക്കെ നേരെ. അപ്പോൾ ജനനി നവരത്ന മഞ്ജരിയിൽ നിന്ന് 2 വരി പറയാം. നാവാദി തൻ വിഷയിതാവാസമറ്റ ഭവതാവാസമാകെ വിലസും ദ്യോവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനും അരുതേ എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വാക്കുകൊണ്ട് വർണ്ണിക്കാനാവാത്ത അങ്ങയുടെ മഹിമ, എങ്ങും പ്രകാശിച്ചു നിൽക്കുന്ന ചിതാകാശം തന്നെ, യോഗികൾക്ക് മാത്രം അറിയാവുന്ന അതിൻ്റെ മഹത്വം അവർണ്ണനീയം തന്നെ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് നമ്മൾ വാഴ്ത്തുന്നതുമൊക്കെ വലിയ പ്രകാശ ജീവിതങ്ങളെയൊക്കെയാണ്. ഈ നാവ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ജനനി നവരത്ന മഞ്ജരിയിൽ നിന്ന് നമ്മൾ അല്ലേ അങ്ങനെ വാഴ്ത്തുമ്പോൾ നമ്മൾ ചിതാകാശം ആണ് കാണുന്നത്. ഇത് നാവ് കൊണ്ട് അപരമത വിദ്വേഷം ആണ്. നാരായണ ഗുരു അത് ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം ഇസ്ലാമിനെ ഈ ഗുരുക്കന്മാരും ഒക്കെ ആയിട്ട്, സിഖ് ഗുരുക്കന്മാർ അല്ലേ, ഇത്തരം ഗുരുക്കന്മാരും ഒക്കെ ആയിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. വരുന്ന ആളുകളുമൊക്കെ ആയിട്ട്, ആര്യ സമാജത്തിൻ്റെ നേതാക്കളും ഒക്കെ ആയിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആലുവയിൽ നടന്ന സർവമത സമ്മേളനമല്ലേ 1924 സർവമത സമ്മേളനത്തിൽ പണ്ഡിറ്റ് ഋഷിറാമും ഒക്കെ ആര്യ സമാജത്തിൻ്റെ ഒക്കെ അല്ലേ വന്ന്. അത് 1921 മാപ്പിള ലഹള നടന്ന ശേഷം അദ്ദേഹം മറ്റേ പത്രാധിപർ TK നാരായണനെയും കുമാരനാശാനെയും മലബാറിലേക്ക് അയക്കുന്നുണ്ടല്ലോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ. അപ്പോൾ ഈ മതഭ്രാന്തിന് എല്ലാവരും എതിരാണ്. ഗുരുവിൻ്റെ ജീവിതം നോക്കിയാലും മതഭ്രാന്തിനെ അദ്ദേഹം എതിർത്തിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം. പക്ഷെ മതവിദ്വേഷം എന്ന് പറഞ്ഞ സംഭവമില്ല. ഇത് പണ്ടൊരു നൗഷാദിൻ്റെ കാര്യത്തിലേ ഈ മുസ്ലിം ലീഗിനെയാണല്ലോ ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. നൗഷാദിൻ്റെ കാര്യത്തിൽ മുസ്ലിം എന്നല്ലേ പറഞ്ഞു, മുസ്ലിമിന് മാത്രമേ ഇവിടെ നീതിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ തീവ്രവാദി എന്ന് MSF ഭൂതകാലമുള്ള ഒരാളെ വിളിക്കുന്നു. തീവ്രവാദികൾ ഉണ്ടല്ലോ, ഇസ്ലാമിക തീവ്രവാദികൾ. SDPI ഇല്ലേ, പോപ്പുലർ ഫ്രണ്ട് ഇല്ലേ, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഇല്ലേ, ഇവരൊക്കെ ആലപ്പുഴയിൽ വിലസുന്നില്ലേ? ഇത്തരം സംഘടനക്കാരൊക്കെ ആലപ്പുഴയിൽ വിലസുന്നുണ്ട്. അങ്ങനെ വിലസുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ മറ്റേ ശ്രീനിവാസൻ ഇല്ലേ, മറ്റേ RSSന്റെ കൊല്ലപ്പെട്ടതുമൊക്കെ, രഞ്ജിത്ത് ശ്രീനിവാസൻ, ഇതൊക്കെ നടക്കുന്ന ആലപ്പുഴയിൽ അന്ന് നടന്നപ്പോൾ ഇതിനെയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചിട്ടുണ്ടോ? SDPIക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാം മുസ്ലിം ലീഗിനെതിരെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം നമ്മൾ നോക്കിയാൽ അവരുടെ സമുദായത്തിൻ്റെയും മതത്തിൻ്റെയൊക്കെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. അതവരുടെ ദൗത്യമാണല്ലോ, അത് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ഇവിടെ
ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇസ്ലാമിക തീവ്രവാദം എവിടെ എത്തി നിൽക്കുമായിരുന്നു? ഒരു ഉദാഹരണം നോക്കുക. ബാബറി മസ്ജിദ് തകർത്ത ദിവസം പാണക്കാട് ശിഹാബ് തങ്ങൾ പ്രസ്താവന ഇറക്കുകയാണ്, മുസ്ലിങ്ങൾ സംയമനം പാലിക്കണം എന്ന് പറഞ്ഞിട്ട്. കേരളത്തിനെ വിഘടിക്കാതെ പിടിച്ചു നിർത്തിയ പ്രസ്താവനകളിലൊന്നല്ലേ അത്. അവർ തീവ്രവാദം പറയാറുണ്ടോ മുസ്ലിം ലീഗ്? ആ കാര്യം വെള്ളാപ്പള്ളി നടേശൻ പറയണമല്ലോ. വെള്ളാപ്പള്ളി നടേശന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അത് നേടിയെടുക്കണം. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ മിടുക്ക്. മുസ്ലിം ലീഗ് ഇനി UDF വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് അവർ തന്നെ കൈകാര്യം ചെയ്യും, മാറ്റമില്ലല്ലോ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കച്ചവടം നടക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടല്ലേ മുസ്ലിം ലീഗിന് എതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ അപരമതവിദ്വേഷം സംഭവിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗുരുദേവൻ എന്താണോ കേരളത്തെ പഠിപ്പിച്ചത്, ലോകത്തെ പഠിപ്പിച്ചത്, അതിൻ്റെ പിന്തുടർച്ചയാണ് യഥാർത്ഥത്തിൽ SNDP നിന്നും ഉണ്ടാവേണ്ടത്. SNDP രൂപകൽപ്പന ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ ഗുരു നൽകിയ സന്ദേശം എന്താണ്? അതൊരിക്കലും അപരവിദ്വേഷമല്ല, അപരപരിഗണനയാണ് അതിൻ്റെ അകത്തുള്ളത്. എല്ലാവരെയും പരിഗണിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഇത്രമാത്രം ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ഫിലോസഫി യഥാർത്ഥത്തിൽ അതിൻ്റേതായ രീതിയിൽ നമ്മുടെ സമൂഹത്തിനകത്ത് പടരുകയും വികസിക്കുകയും ചെയ്ത സമൂഹത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് വലിയതായിരുന്നു. അതിലേക്ക് പോകുന്നില്ല. അതിന് പകരം എന്ന് വെച്ചാൽ ഈ അപരവിദ്വേഷം നിർമ്മിക്കുകയും അത് ശക്തമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. SDP, ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ തീവ്രവാദി സംഘങ്ങളെ അതിശക്തമായിട്ട് എതിർത്താൽ ആരും ഒന്നും അതിനെക്കുറിച്ച് പറയില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. മുസ്ലിം സമൂഹം, മുസ്ലിം ലീഗിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരിക്കലും നമ്മളുടെ സമൂഹത്തിനോ നമ്മളുടെ രാഷ്ട്രീയ ജീവിതത്തിനോ സാമൂഹിക ജീവിതത്തിനോ സാംസ്കാരിക ജീവിതത്തിനോ ഗുണകരമായ കാര്യമല്ല. പണ്ട് നൗഷാദിൻ്റെ കാര്യം പല പ്രാവശ്യം പറഞ്ഞതാണ്. അവർക്ക് മാത്രം നീതി കിട്ടുകയുള്ളൂ, മറ്റാർക്കും നീതി കിട്ടുകയില്ല എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. കാരണം അതുപോലെയായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഇതൊക്കെ ഏറ്റെടുക്കാൻ പലരും ഉണ്ട്. അദ്ദേഹം വന്ന നൗഷാദിൻ്റെ കാര്യം എനിക്ക് വന്നത് കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്തും RSS ഒക്കെ അത് ശക്തമായിട്ട് കൊണ്ടുനടന്നിരുന്നു. അതൊക്കെ അവരെ മതവിദ്വേഷത്തിൻ്റെ ഏറ്റവും ഒരു ഫ്ലാഗ് ഐറ്റമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഗുരുവിന് സമ്പൂർണ്ണമായിട്ട് എതിരാണെന്നാണ് ഞാൻ പറഞ്ഞത്. 100%. അതിനകത്തൊരു 1% പോലും ഗുരുവിൻ്റെ ദർശനമോ ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളോ ഇല്ല എന്നുള്ളതാണ്. ഇത് പക്ഷേ കേരളം ചർച്ച ചെയ്യണം, ആ രീതിയിൽ ചർച്ച ചെയ്യണം. ആ ചർച്ചകളല്ല കേരളത്തിലുള്ളത്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളെ തങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയും എന്ന ചിന്തയാണ് ബഹുഭൂരിപക്ഷം നടത്തുന്നത്. ശ്രീനാരായണ ഗുരു ഇവിടെയെങ്കിലും വരുന്നില്ല. ഇപ്പോൾ രാമേന്ദ്രൻ പറഞ്ഞ ആ ശ്ലോകവും അല്ലെങ്കിൽ ആ ഉദ്ധരിച്ച ശ്ലോകവും അതിൻ്റെ സത്തയും അതുപോലെ തന്നെ നബിയെ കുറിച്ചിട്ട് ഗുരു പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്ര മനോഹരവും സുന്ദരമായിട്ടുള്ള രീതിയിലാണ് സമൂഹം ഉൾക്കൊള്ളേണ്ടത്. പക്ഷെ അതൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. പകരം ഇത്തരം ചെറിയ ചെറിയ സാധനങ്ങളെടുത്ത്, മാത്രമല്ല ഇത് വളരെ ഇതുമാതിരി വൈകാരികമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ മുൻപ് പെരുമാറുക പ്രവർത്തിക്കുകയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതുമാതിരി മൈക്കൊക്കെ തട്ടി ഇങ്ങനെ അവരുടെയൊക്കെ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര്. എന്താണ് സംഭവിച്ചേക്കണമെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ SDP അല്ലെങ്കിൽ PDP തുടങ്ങിയ സംഘടനകൾ മലപ്പുറത്ത് വളർന്നത് മുസ്ലിം ലീഗിൻ്റെ തീവ്രവാദ നിലപാട്, അല്ലെ എന്താ പറയുക, തീവ്ര മുസ്ലിം നിലപാടുകളൊന്നും അവർ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറേ അധികം ചെറുപ്പക്കാർ SDP-യിലേക്കും PDP-യിലൊക്കെ പോയി. അപ്പോഴും മുസ്ലിം ലീഗ് എടുത്ത നിലപാട് നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ മറ്റ് സമുദായത്തെ കൂടെ പരിഗണിക്കണമെന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ മാത്രം കടന്നാക്രമിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ തുടങ്ങാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിഷേധം തരുന്നു. ഇതൊക്കെയാണ് മുസ്ലിം ലീഗിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഭീകരവാദ നിലപാടുള്ള അല്ലെ സ്ട്രോങ് ആയിട്ടുള്ള മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളെ വെള്ളാപ്പള്ളി വെറുതെ വിടുന്നത്? ഈ വെള്ളാപ്പള്ളി പറയുന്നതിൻ്റെ അകത്ത് ഇരട്ടത്താപ്പുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ SNDP എന്ന് പറഞ്ഞ സംഭവം ഈ വടക്കോട്ടില്ല, ഈ തെക്കോട്ടുള്ളതുപോലെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിസം വളരെ വ്യാപകമായി പച്ച പിടിച്ചിട്ട് അവിടുത്തെ തീയ സമുദായം അതിൻ്റെ കൂടെ അങ്ങ് ചേരുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്കൊരു പ്രസ്ഥാനം ഉണ്ട് അവിടെ, വളരാനും ജീവിക്കാനും മുന്നേറാനും അവർക്കൊരു പ്രസ്ഥാനം അവിടെ വന്നു. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1990
1921 മാപ്പിള ലഹളയിൽ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കളെ ആക്രമിച്ച വേട്ടപ്പട്ടികളുടെ കൂടെയായിരുന്നു കോൺഗ്രസ്. കാരണം ഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെയും കൂടി കൂട്ടിയിട്ടാണല്ലോ നിസ്സഹകരണ പ്രസ്ഥാനം നടത്തുന്നത്. അങ്ങനെ കോൺഗ്രസ്, അത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാണല്ലോ, മലബാർ, തിരുവിതാംകൂറും കൊച്ചിയും പോലെയല്ല, നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണമാണ്. അപ്പോൾ അവിടെ അങ്ങനെ 1921 കാലത്ത് കോൺഗ്രസ്സിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടു, സമൂഹത്തിൽ പിന്തുണ പോയി. ആ വാക്വത്തിലാണ് അവിടെ കമ്മ്യൂണിസം വളരുന്നത്. ആ കമ്മ്യൂണിസത്തിൻ്റെ കൂടെ ഈ തീയൽ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ SNDPയുടെ ആവശ്യം അവിടെ ഇല്ല. അതൊന്ന്. രണ്ട്, മിതവാദി ശ്രീകൃഷ്ണനെ പോലുള്ള ആളുകൾ, അദ്ദേഹം ബുദ്ധമതത്തിൽ ചേർന്നു. അദ്ദേഹമൊക്കെ പ്രധാനപ്പെട്ട നേതാവാണ്, ധനികനാണ്, മിതവാദി പത്രമൊക്കെ ഉണ്ട്, അങ്ങനത്തെ നേതാക്കളാണ്. അദ്ദേഹവും കുമാരനാശനും തമ്മിൽ ഇപ്പുറത്തെ അടി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മതപരിവർത്തന രസവാദം വരുന്നത്, നമ്മൾ ബുദ്ധമതത്തിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടുത്തെ ആളുകൾ ഇതുമായിട്ട്, അദ്ദേഹം മിതവാദി ശ്രീകൃഷ്ണൻ അതിൻ്റെ സംഘടനാ സെക്രട്ടറി ഒക്കെ ആയിരുന്നില്ലേ, അപ്പോൾ അവർ വേർപെട്ട് പോവുക ചെയ്യുന്നത് ആ ഭാഗത്ത്. അതുകൊണ്ടാണ് അവിടെ ഈ പ്രസ്ഥാനം അങ്ങനെ സംഘടിതമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇല്ലാതെയൊക്കെ വന്നത്. പിന്നെ വേറൊരു സംഭവം നമ്മൾ ഓർക്കേണ്ടത്, പാലക്കാട് ഈ മറ്റേ NSSൻ്റെ കോളേജ് തുടങ്ങുന്ന കാലത്ത് 1957 EMSുമായിട്ട് തർക്കം വരുന്നുണ്ടല്ലോ, മന്നത്ത് പത്മനാഭന്. അവിടെ തൊട്ടാണ് പിന്നെ വേറൊരു വിച്ഛേദം വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് വിമോചന സമരത്തിൽ കലാശിക്കുന്നത്. അതിൽ NSSന് സ്ഥാപനങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള പരാതി NSSനെ സംബന്ധിച്ച് ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ സാമുദായിക സംഘടനകളുടെ കൂടെ നിൽക്കേണ്ടതില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു തീരുമാനമുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ, അതായത് രണ്ടാം ലോകയുദ്ധകാലത്ത് ബ്രോഡർ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊന്ന് വന്നിട്ട്, മറ്റേ പുറത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ബ്രോഡർ പറഞ്ഞതനുസരിച്ചിട്ട് കോഴിക്കോട് ആസ്ഥാനമായിട്ട് P. കൃഷ്ണപിള്ള പാർട്ടി പിരിച്ചുവിട്ടു. പാർട്ടി പിരിച്ചുവിട്ട് കഴിഞ്ഞിട്ട് ഓരോരുത്തരും അതത് സാമുദായിക പ്രസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞു. EMS യോഗക്ഷേമ സഭയിലേക്ക് പോയി, P. ഗംഗാധരൻ SNDPയിലേക്ക് പോയി, CH കണാരനും സാമുദായിക പ്രവർത്തനത്തിനൊക്കെ പോയി. അങ്ങനെ ഒരു ഘട്ടം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മലബാറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടിയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അതിന് കാരണം മുസ്ലിം ലീഗ് മാത്രമല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അത് പിണറായി വിജയന് വേണ്ടി കൊട്ടേഷൻ എടുത്ത് വെള്ളാപ്പള്ളി നടത്തുന്ന ഒരു ആക്രമണം, ആ രീതിയിൽ ചിന്തിക്കില്ലേ ഇപ്പോൾ ആളുകൾ? അല്ല, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ മെഡിക്കൽ കോളേജ്, നിരവധി മുസ്ലിം മെഡിക്കൽ കോളേജുകളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഇതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. NSSനില്ലല്ലോ. NSSനില്ല, SNDPക്കില്ല. ഇവരോട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് തുടങ്ങാൻ. ഇവർ തുടങ്ങാത്തത്? എന്തുകൊണ്ട് തുടങ്ങിയില്ല? ശങ്കർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കൊല്ലത്ത്, അതുപോലും മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് SNDP എന്നുള്ളതാണ്. SNDPക്ക് എന്താണ് തിരുവിതാംകൂറിലും അതേപോലെ തന്നെ മലബാറിലും മെഡിക്കൽ കോളേജ് തുടങ്ങാമായിരുന്നു. എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്ന് സമൂഹം തന്നെ ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതുപോലെ തന്നെ NSSനോട് ചോദിക്കേണ്ട ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല എന്നുള്ളത്. കേരളത്തിൽ ഭയങ്കര ഇംബാലൻസ് ഉണ്ട് ആ കാര്യത്തിൽ. കാരണം എത്ര അധികം കോളേജുകളാണെന്നോ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ കയ്യിൽ ഇല്ലത്. ഈ എന്താണ് ഗോകുലം ഗോപാലൻ പോയി അവിടെ തിരുവനന്തപുരത്തൊരു കോളേജ് തുടങ്ങി. അതുപോലെ തന്നെ എന്താണ് അതെ, അങ്ങനെയല്ലാതെ ഈ SNDPയും അതേപോലെ തന്നെ NSSും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് NSS നായന്മാരും SNDP ചോവന്മാരും ഈ നേതാക്കളോട് ചോദിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്നു. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.